16-ാം നൂറ്റാണ്ടിൽ സ്പെയിനിലെ മൊഗ്രവയോ എന്ന സ്ഥലത്ത് ഭൂജാതനായ വിശുദ്ധ ടുറിബിയൂസ് ഒഴിവു സമയങ്ങളിലെല്ലാം ഭക്തകൃത്യങ്ങൾക്കും ദരിദ്ര സേവനത്തിനുമായി വിനിയോഗിക്കുകയും കാൽനടയായി വിദൂര തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്യുന്നതിൽ ബദ്ധശ്രദ്ധനായിരുന്നു. തപോ ജീവിതത്തിനിടയിലും സിവിൽ നിയമങ്ങളിലും സഭാ നിയമങ്ങളിലും പാണ്ഡിത്യം നേടിയ അദ്ദേഹത്തെ ഫിലിപ്പ് ദ്വിതീയൻ രാജാവ് ഗ്രാനഡയിലെ ന്യായാധിപനായി നിയമിച്ചു. പിന്നീട് ലീമായിലെ ആർച്ച് ബിഷപ്പായി നിയമിതനായ അദ്ദേഹം അജഗണത്തിന് മുഴുവൻ മാതൃകയായിരുന്നു. ദീർഘനേരം ധ്യാനത്തിന് ശേഷം ദിവ്യബലി അർപ്പിക്കുകയും ദിവസം തോറും പാപസങ്കീർത്തനം നടത്തുകയും ചെയ്ത അദ്ദേഹം 3 പ്രാവശ്യം രൂപതയുടെ എല്ലാ ഭാഗങ്ങളും സന്ദർശിച്ചു. 100,000-ഓളം കിലോമീറ്റർ യാത്ര ചെയ്ത് അനേകരെ അദ്ദേഹം ജ്ഞാനസ്നാനപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നു. 13 രൂപതാ സുനഹദോസുകളും 3 പ്രാദേശിക സുനഹദോസുകളും നടത്തിയ അദ്ദേഹം മാരകരോഗം പിടിപെട്ടതിനെ തുടർന്ന് താൻ ആനന്ദത്തോടെ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു എന്നുരുവിട്ട് 1606 മാർച്ച് 23 ഇഹലോകവാസം വെടിഞ്ഞു.